കഴിഞ്ഞ ദിവസം ഒരു ദാരുണമായിട്ടുള്ളൊരു കൊലപാതകം തൃശ്ശൂർ നഗരത്തിൽ നടന്നു. 16ഉം 14ഉം വയസ്സുകാരാണ് പ്രതികൾ. 30 വയസ്സുകാരനെയാണ് കുത്തിക്കൊന്നത്. ഈ കുത്താനുണ്ടായ കാരണം എന്താണെന്ന് ഇപ്പോൾ എന്തെങ്കിലും റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ടോ? അതെ, പോലീസ് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വാർത്ത പുറത്തു വിട്ടിട്ടുണ്ട് പോലീസ്. അതായത് മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ, അമിതമായി മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ആ ലഹരിയിൽ അരങ്ങേറിയ ഒരു കുറ്റകൃത്യമാണിത്, നടത്തിയിരിക്കുന്ന ഒരു കുറ്റകൃത്യമാണിത്. ഇത് പുതുവർഷത്തിൻ്റെ തലേന്ന്, പുതുവർഷം ലോകം, നമ്മുടെ രാജ്യം ഒക്കെ അടുത്ത 2025 കടക്കാൻ 2025 കാലൂന്നുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ദാരുണമായ കൊലപാതകം തൃശ്ശൂർ നഗരത്തിൽ നടന്നത്. തൃശ്ശൂർ റൗണ്ടിലാണ് അത് സംഭവിച്ചത്. അതിൻ്റെ വിശദാംശങ്ങൾ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഈ 14ഉം 16ഉം വയസ്സുള്ള കുട്ടികൾ, അവരുടെ കൂടെ 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ അസ്വാഭാവികമായിട്ടെന്തോ ഇരിക്കുന്നത് പോലെ തോന്നിയിട്ട് ഈ ലിവിൻ, 30 വയസ്സുകാരനായ ഈ ചെറുപ്പക്കാരൻ അവരോട് വന്ന് വിവരം തിരക്കി. അതിൻ്റെ പേരിൽ വഴക്കുണ്ടായി. എന്താണ് ഇവിടെ ഇരിക്കുന്നത്, രാത്രി വൈകി ഇവിടെ ഇരിക്കുന്നത്, അങ്ങനെ എന്തോ ചോദിച്ചു. പക്ഷേ അതിൻ്റെ പേരിൽ വലിയ വഴക്കുണ്ടായി. ആ വഴക്കിൻ്റെ ഒടുവിൽ ഈ 14കാരൻ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ലിവിനെ കുത്തുകയായിരുന്നു. അപ്പോൾ ആദ്യം പുറത്തു വന്ന വാർത്തകൾ ഈ ലിവിൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി പിടിച്ചു വാങ്ങി ഇയാൾ കുത്തി, ഈ 14കാരൻ കുത്തി എന്നാണ് ആദ്യം പുറത്തു വന്ന വാർത്ത. പക്ഷേ പിന്നീടത് പോലീസ് സ്ഥിരീകരിച്ചു, അങ്ങനെയല്ല, ഈ 14കാരൻ്റെ കൈവശം കത്തി ഉണ്ടായിരുന്നു, അയാളതെടുത്ത് കുത്തി എന്നാണ്. മാത്രമല്ല, ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നു. സഹപാഠിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിന് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് ഈ 14 വയസ്സുകാരൻ. ഇയാളെ ലഹരി നേരത്തെയും ഉപയോഗിക്കുമായിരുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് തൃശ്ശൂർ റൗണ്ടിലാണ് ഇത് നടന്നത്. അവിടെ ഒരു വാട്ടർ ടാങ്കിന്റെ സമീപത്താണ് ഇത് നടന്നത്. തേക്കിൻകാട് മൈതാനത്ത്. അതെ, തൃശ്ശൂർ റൗണ്ട് എന്ന് പറഞ്ഞാൽ അതെ അതെ, അവിടെയാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ പണ്ടൊക്കെ കേൾക്കുന്നത് എന്താണ്, ഈ പുതുവർഷത്തിൻ്റെ തലേന്ന് അത്യാവശ്യം ക്ലബിലൊക്കെ പോയി ആൾക്കാർ ലേശം മദ്യപിക്കുക, അതിനുശേഷം ചിലർ കൂടിയ അളവിൽ മദ്യപിക്കും, ചിലർ കുറഞ്ഞ അളവിൽ മദ്യപിക്കും. എന്നിട്ട് വീട്ടിൽ പോയി, അപ്പോൾ പോണ വഴിക്ക് പോലീസ് പിടിച്ചു, വണ്ടി ചെക്കിങ് ഉണ്ടാവും. എല്ലാ പുതുവർഷ തലേന്നും ആഘോഷങ്ങളുടെ തലേന്ന് രാത്രിയിലും ഒക്കെ ഈ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പോലീസ് ചെക്കിങ് ഉണ്ടാവും. കാരണം മദ്യപിച്ച് വാഹനം ഓടിക്കരുത്, അങ്ങനെ ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. നമ്മൾ വാസ്തവത്തിൽ കേരളം ഇതുപോലെ ഓരോ പുതുവർഷവും ആഘോഷിക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ ദാരുണമായ എന്ത് വാർത്ത, എവിടെ വാഹനാപകടം ഉണ്ടായി, എത്ര പേര് മരിച്ചു തുടങ്ങിയ വാർത്തകളൊക്കെ കേട്ടിരുന്നൊരു കാലമുണ്ട് നമുക്ക്. അതായത് ഈ അമിതമായിട്ട് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കുക. അപ്പോൾ അത് പോലീസിൻ്റെ കർശനമായ പരിശോധന വന്നതോടുകൂടി അതിലേക്ക് ഒരുപാട് കുറവ് വന്നു. പക്ഷേ ഇപ്പോൾ അതിലും വലിയൊരു ഭീകരത നമ്മളെ ഗ്രസിച്ചിരിക്കുകയാണ്. ഈ 14-16 വയസ്സുകാർ ഇവർ മുമ്പ് എന്തെങ്കിലും കേസിൽ പ്രതികളാണോ? ഇവർ കേസിൽ പ്രതികളായിട്ടില്ല, പക്ഷേ ഇത്തരത്തിലുള്ള പല കുഴപ്പങ്ങളും ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നാണ് പുറത്തു വരുന്ന വിവരം. പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. കയ്യിൽ ഓൾറെഡി കത്തിയുണ്ട്. നേരത്തെ സ്കൂളിൽ സഹപാഠിയെ ഇതേപോലെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിന് ഈ 14കാരൻ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. നിരന്തരം ഇയാൾ കയ്യിൽ കത്തി കരുതി, കയ്യിൽ കത്തി കരുതി നിരന്തരം എവിടെ പോയാലും കയ്യിൽ കത്തി ഉണ്ടാവും. ഈ ഒരു സ്വഭാവം, അതായത് ഇത്തരത്തിലുള്ള ഒരു അക്രമാസക്തമായ സ്വഭാവം ഇയാൾ നിരന്തരം പ്രകടിപ്പിച്ചിരുന്നു, ഈ കുട്ടി നിരന്തരം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ 30 വയസ്സുകാരൻ സ്പോട്ടിൽ മരിക്കുകയായിരുന്നു. അതെ, അദ്ദേഹം ലിവിൻ ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് മരിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ അതിൻ്റെ പുറത്ത് വന്നിട്ടില്ല. ഇനി പോസ്റ്റ്മോർട്ടവും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് മാത്രമേ പോലീസ് അതിൻ്റെ വിശദാംശങ്ങൾ ജോലി ചെയ്യുന്ന അല്ല, കൂടുതൽ വിവരങ്ങൾ അയാൾ പിന്നെ തൃശ്ശൂർ തന്നെയുള്ള ആളാണ് എന്നേ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. പുറത്ത് വന്ന വാർത്തകളിൽ ലിവിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ, ഇതിലിനി കുറേ അധികം വിശദാംശങ്ങൾ പുറത്തു വരാനുണ്ട്. യഥാർത്ഥത്തിൽ അറിയേണ്ടത് എന്താണ് ഇതിലേക്ക് നയിച്ച കാരണം. ആ നയിച്ച കാരണം പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ 2 കുട്ടികൾ, 14ഉം 16ഉം വയസ്സുള്ള കുട്ടികളോടൊപ്പം 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഇവരവിടെ രാത്രി വൈകി, ഇതൊരു 8 മണിയോടെ അടുത്താണ്, 8:45 ആണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഏതാണ്ട് 8 മണി കഴിഞ്ഞാണ് ഈ ലിവിൻ അവിടെ വരികയും ഇവരോട് എന്തിനിവിടെ ഇരിക്കുന്നു, കാരണം രാത്രി വൈകി ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു. അയാൾക്കൊരു പക്ഷേ എന്തെങ്കിലും അതിനകത്തൊരു അസ്വാഭാവികത തോന്നിക്കാണും. അപ്പോൾ അയാൾ ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കുന്നത് ചോദിച്ചു. അതിൽ തുടങ്ങിയ വഴക്കാണ്.
അത് ഏതാണ്ട് അരമണിക്കൂറോളം ആ വഴക്ക് നീണ്ടു എന്നാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കവും വെല്ലുവിളികളും ഒക്കെ ആയി. അപ്പം കുറച്ച് ഒരുപക്ഷെ അവിടെ പ്രദേശത്തുണ്ടായിരുന്ന സമീപത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ അവിടെ വന്ന് ഇവരെ പറഞ്ഞു വിടാനൊക്കെ ശ്രമിച്ചു കാണും. എന്തായാലും അതിൻ്റെ ഒടുവിൽ സംഭവിച്ചത് അതിദാരുണമായൊരു കൊലപാതകമാണ്. ഈ പയ്യൻ, ഈ 14 വയസ്സുകാരൻ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഈ ആളിനെ അങ്ങ് കുത്തുകയായിരുന്നു. അപ്പോൾ ഇതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇനി ആ പെൺകുട്ടികളെക്കുറിച്ചും മറ്റു കാര്യങ്ങളുമൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് താമസിയാതെ വിവരങ്ങൾ പുറത്തു വരും എന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തു വിടുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയാകാത്തവരാണ്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളും പ്രായപൂർത്തിയാകാത്തവരാണോ അല്ലയോ തുടങ്ങിയ വിവരങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പോലീസ് പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. ഇത് മാധ്യമങ്ങളുമൊക്കെ കർശനമായ നിയന്ത്രണം ഇക്കാര്യത്തിൽ പാലിക്കുന്നുണ്ട്. വിവരങ്ങൾ അധികം പുറത്തു വിടുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലഹരിയുടെ ഒരു കരാള ഹസ്തം മലയാളിയെ പിടിച്ചിങ്ങനെ മുറുക്കുകയാണ്. ലഹരി വിഴുങ്ങിയ മലയാളി അല്ലെങ്കിൽ ലഹരി വിഴുങ്ങിയ കേരളം എന്നൊരവസ്ഥയിൽ നമ്മൾ ചെന്നെത്തി. കഴിഞ്ഞ ദിവസം തന്നെ കുണ്ടറയില് അമ്മയുടെയും മുത്തച്ഛനെയും കേസുണ്ടായിരുന്നു. ലഹരി, അതായത് ലഹരിക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് 1 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞ് മാതാവിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷെ കൊടുക്കാത്തതിൻ്റെ ഇവരെ ദേഹോപദ്രവമൊക്കെ ചെയ്തിട്ടുണ്ടായി. ഇവർ പോലീസ് പരാതി നൽകി, എൻ്റെ മകൻ ഇങ്ങനെ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ആ ദിവസം രാത്രി മകൻ ചുറ്റിക കൊണ്ട് അമ്മയുടെ തലക്കടിച്ച് കൊന്നു. ശ്വാസം മുട്ടിച്ച് തലക്കടിച്ചു കൊന്നു. അപ്പുറത്തെ മുറിയിലുണ്ടായിരുന്ന മുത്തച്ഛനെയും ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നു. ഈ മാതാവിൻ്റെ ATMിൽ നിന്ന് പൈസ എടുത്ത് സ്വന്തം മൊബൈലും വിറ്റ് ഇദ്ദേഹം നാട് വിട്ടു, സ്ഥലം വിട്ടു. 4 മാസത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ജമ്മു കാശ്മീരിൽ നിന്ന്, അദ്ദേഹമല്ല ഒരു ക്രിമിനലിനെ ജമ്മു കാശ്മീരിൽ നിന്ന് പിടികൂടുന്നത്. 27 വയസ്സുണ്ടെന്നാണ് കേൾക്കുന്നത്. അഖിൽ അങ്ങനെ എന്തോ ആയിരുന്നു പേര്. അതെ, ഈ മുത്തച്ഛൻ്റെ കാര്യം, മുത്തച്ഛനെ അടിച്ചു, മാരകമായി പരിക്കേറ്റു. അദ്ദേഹം അപ്പം മരിച്ചില്ല, 2 ആഴ്ചയോളം ആശുപത്രിയിൽ കിടന്നിട്ടാണ് മരിക്കുന്നത്. ഇപ്പോൾ സമാനമായൊരു സംഭവം ഇന്നലെ രാത്രിയിൽ അടൂര് നടന്നു. നമ്മുടെ അടൂര് ഇതുപോലെ ലഹരി മൂത്ത ഒരു 23-കാരൻ, നമ്മൾ ആൾക്കാരുടെ പേരെല്ലാം പറഞ്ഞ് ആ കുടുംബത്തെ കൂടെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ആ വീട്ടിലുണ്ടായിരുന്ന വലിയ സാമ്പത്തികമുള്ള ഒരു വീട്ടിലെ അംഗമാണ് ആ ചെറുപ്പക്കാരൻ. അച്ഛനെയും അമ്മയും സഹോദരിയെയും ഒരു വീട്ടിനകത്ത് പൂട്ടിയിട്ട് വീട്ടിനകത്തുള്ള സാധനങ്ങൾ മുഴുവനും അടിച്ച് തകർത്തു. വീട്ടിലുണ്ടായിരുന്ന കാറ്, ബൈക്ക് ഒക്കെ തകർത്തു. ഇത് ലഹരിയുടെ അതിപ്രസരണം കൊണ്ടാണ്, മാരകമായിട്ട് ലഹരി ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. എന്നിട്ട് അവസാനം ഈ വീട്ടിലെ ഗ്യാസ് കുറ്റി തുറന്നു വിട്ട് ഈ ട്യൂബ് വീട്ടിനകത്തേക്ക്, ജനലിൽ കൂടെ അകത്തേക്ക് ഇട്ടിട്ട് ഇപ്പം തീ കൊളുത്തും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വലിയ സീൻ ഉണ്ടാക്കി. നാട്ടുകാരെല്ലാം അങ്ങോട്ട് വരാൻ ഭയപ്പെട്ടു. വിവരമറിഞ്ഞ് അഗ്നിശമന സേന അവിടെ എത്തി വളരെ തന്ത്രപൂർവ്വം ഇയാളുടെ ശ്രദ്ധ മാറ്റിയിട്ട് ആ വീട്ടിൽ കയറി ഗ്യാസ് ഓഫ് ചെയ്ത് ഈ അച്ഛനെയും അമ്മയും സഹോദരിയെയും രക്ഷിച്ചു. ഇത് രാത്രി ഇന്നലെ നടന്നൊരു സംഭവമാണ്, 8 മണിയോടുകൂടി നടന്ന സംഭവമാണ് അടൂര്. ഇങ്ങനെ നിരന്തരം ഈ ലഹരി ഉപയോഗിച്ചിട്ട് ആൾക്കാർ വലിയ തോതിൽ എന്താ പറയണ്ടേ, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു, കൊലപാതകങ്ങൾ നടത്തുന്നു, മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഞാൻ കേട്ട മറ്റൊരു കാര്യം, ഇത്തരം കൊലപാതകങ്ങൾക്കൊക്കെ ഈ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് പല സിനിമകളും ഇപ്പോൾ പുറത്തിറങ്ങുന്നതെന്നുള്ള വിമർശനങ്ങൾ കേട്ടു. കാരണം യുവാക്കളെയൊക്കെ ഇത് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പം മാർക്ക പോലുള്ള ചിത്രങ്ങളൊക്കെ ഹൃദയം പറിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ചെവി കടിച്ചു പറിക്കുക, വലിയ തലവെട്ടിക്കളി, അതായത് രക്തച്ചൊരിച്ചൽ എന്ന് പറയുന്ന സാധനത്തിനോട് വലിയ കഷ്ടമാണ്. ഈ അക്രമം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന എന്തിനേയും നമ്മൾ നിരുത്സാഹപ്പെടും. കാരണം ഈ കുഞ്ഞു മനസ്സുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സാധനത്തെ ഇമിറ്റേറ്റ് ചെയ്യാൻ അറിയാതെ തന്നെ തോന്നും. തീർച്ചയായിട്ടും ഇതൊരു കുട്ടിയാണ്, 14 വയസ്സുകാരനാണ്. എത്ര വരുംവരായികളെ കുറിച്ച് എന്തറിയാം അതായത് ആ പ്രായത്തിൽ? എന്തടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ചവിട്ട് കൊടുക്കുക എന്നുള്ള ഒരു സ്വഭാവത്തിലേക്ക് ആളുകൾ മാറിയിരിക്കുന്നത്. അതെ, വലിയ കഷ്ടമാണ്. എന്തായാലും ഈ തൃശ്ശൂരിലുണ്ടായ സംഭവം നമ്മുടെ പുതുവർഷത്തിൻ്റെ ശോഭ കെടുത്തുന്ന തരത്തിലേക്ക് മാറി. കേരളത്തിനെ അല്ലെങ്കിൽ മലയാളിയെ അങ്ങേയറ്റം ഭീതിപ്പെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ഈ തൃശ്ശൂരിലെ സംഭവം. ഒപ്പം ഈ മറ്റു പല സംഭവങ്ങളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിയിട്ടുണ്ട്. ഇനി അതിൻ്റെ വിശദാംശങ്ങൾ പലതും വരാനുണ്ട്. ഈ അടൂര് നടന്നതുപോലെയുള്ള സംഭവങ്ങൾ പലയിടത്തും നടന്നിരിക്കുന്നതായിട്ടാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഈ ലഹരി മാരകമായിട്ട് കേരളത്തെ വിഴുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാർ ഒരുപാട് പേര് ഇതിന് അടിമയായിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഭരണകൂടം കണ്ണു തുറന്ന് കാണുകയും അടിയന്തര നടപടി സ്വീകരിക്കുകയും വേണം. അല്ലെങ്കിൽ കേരളത്തിലെ പുതിയ തലമുറയെ, വരുന്ന തലമുറയെ, യുവജനങ്ങളെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ലാതാകും. ഇത് ഇനിയും ഇക്കാര്യത്തിൽ നടപടിക്ക് അമാന്തമുണ്ടാകരുത് എന്ന് മാത്രമേ നമുക്ക് ഈ പുതുവർഷത്തിൽ സർക്കാരിനോടും
ഇതിൻ്റെ ഉദ്യോഗസ്ഥരോടും ഒക്കെ നമ്മുടെ എക്സൈസ് നാർക്കോട്ടിക് ഉദ്യോഗസ്ഥരോടും ഒക്കെ നമുക്ക് ആവശ്യപ്പെടാനുള്ളൂ.